ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയായ അടിപൊളി ഒരു കൂട്ടാനാണ് വെക്കുന്നത്. കറി, ഒഴിച്ചു കറി. ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കായ കൂടിയിട്ടുള്ള അടിപൊളി ഒരു ഒഴിച്ചു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരിയും മാങ്ങയും പരിപ്പും കൂട്ടാൻ ഉണ്ടാക്കാൻ ഞാൻ ഒരു കുട്ടി ഗ്ലാസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വെള്ളത്തിൽ കഴുകിയിട്ടിട്ടാണ് കുതിർക്കാൻ. പിന്നെ മുരിങ്ങക്കായ, മാങ്ങ, ചക്കക്കുരു. ഒരു മാങ്ങയുടെ നല്ല ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. തൊലി നമ്മുടെ ഹെൽത്തിന് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിന്. അപ്പം ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. പിന്നെ മുരിങ്ങക്കായ, 2 മുരിങ്ങക്കായ എടുത്താൽ മതി. ഞാൻ മുരിങ്ങക്കായ കൂടുതൽ 2-3 എടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ച് നശാക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെടുത്തു. അപ്പോൾ പിന്നെ അരമുറി നാളികേരം, വേപ്പിൻ്റെ ഇല, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് ആവശ്യം. ഇനി നമുക്ക് കുക്കറിൽ ഞാൻ ചക്കക്കുരു ഒപ്പിടുകയാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാം. ചക്കക്കുരു പരിപ്പിൻ്റെ കൂടെ ആയിക്കോളും. പിന്നെ മാങ്ങയും മുരിങ്ങക്കായും വേഗമാവും. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി ഗ്ലാസ്സിൽ 1 ഗ്ലാസ്സാണ് ഞാൻ പരിപ്പെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ ഓഫാക്കാം. അരമുറി നാളികേരം നന്നായിട്ട് അരച്ചെടുക്കാം. ചെറിയ നാളികേരം കേട്ടോ, അതുകൊണ്ട് ഒരുപാടൊന്നുമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ചക്കക്കുരും പരിപ്പും വെന്തു ഒറ്റടിക്ക് കണ്ടോ, പരിപാടി കഴിഞ്ഞു. നമുക്കിവിടെ മാങ്ങയും മുരിങ്ങക്കായും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പുറത്തെ കുക്കറിൽ എൻ്റെ മുകളിലുള്ള കഞ്ഞി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവ് വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി ഇടാം. നല്ല എരിവ് വേണ്ടവർക്ക്, ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ഇട്ട് കൊടുക്കുന്നുണ്ട്. 2.5. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലാകെ മാങ്ങയും ചക്കക്കുരു മാത്രമേ വേവാളുള്ളൂ. മാങ്ങയും മുരിങ്ങക്കായും മാത്രമേ വേവാളുള്ളൂ. ചക്കക്കുരു പരിപ്പൊക്കെ നല്ല വെന്തതാണ്. അപ്പോൾ മുരിങ്ങക്കായും മാങ്ങയും വേഗം വേവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് മതി, അല്ലെങ്കിൽ ഉപ്പ് അധികമാവും. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. എന്താ പറയുക, ഈസി ആയിട്ട് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടാനാണിത്. നമ്മുടെ ചക്കക്കുരുവിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കായ അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ നല്ല പച്ചമീൻ വറുത്തത്, ഉണക്കമീൻ വറുത്തത് ഒക്കെ ഉണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിൽ നമ്മൾ ഉണ്ണും, അറിയാതെ ഇങ്ങനെ ഉണ്ടുകൊണ്ടിരിക്കും. നല്ല ടേസ്റ്റുള്ള കൂട്ടാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ആവുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 2 കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെറുതെ ഒരു അലങ്കാരത്തിന് കിടക്കട്ടെ. ഇനി മുരിങ്ങക്കായും മാങ്ങയും വേവട്ടെ. പറയുമ്പോഴേക്കും വേവും അത്. പിന്നെ നമ്മുടെ ചക്കക്കുരു നമ്മൾ പരിപ്പിൻ്റെ കൂടെ ബുദ്ധിപരമായി വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മാങ്ങയും മുരിങ്ങക്കായും മാത്രമേ വേവുണ്ട്, അത് വേഗം വേവും. എന്നിട്ട് നമുക്ക് നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതാ മാങ്ങയും മുരിങ്ങക്കായും വെന്തു. ഇനി നമുക്ക് നാളികേരം ഒഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വേഗമാവും. നമ്മളെ മുരിങ്ങക്കായ ആവിയിൽ വേവണ സംഭവം, അതുകൊണ്ട് അതിനധികമൊന്നും വേണ്ട. മാങ്ങയ്ക്കും വേണ്ട. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നാളികേരത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നാളികേരം ഒഴിച്ച് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കിതിനെ വറുത്തിടാം. വറുത്തിടാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഇഷ്ടപ്പെടും. ഇത് ചുമ്മാ പറയണതൊന്നുമല്ല. അപ്പോൾ നമുക്കിനി കടുക് പൊട്ടിക്കാം, കടുക് താളിച്ച് ഒഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുക് താളിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കും. അതാണ് നമ്മുടെ വേറെ ലെവൽ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വറ്റൽ മുളകിനെ ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കടുകും ആവുമ്പോൾ നമുക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഉലുവ നന്നായിട്ട് കരിക്കാൻ പാടില്ല. ഉലുവ ഇട്ട് കൊടുത്ത് പൊട്ടിത്തെറിച്ച അപ്പം തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ചൂടിൽ തന്നെ ആയിക്കോളും. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ,
ഇനി നമുക്ക് നമ്മുടെ കടുക് പൊട്ടിച്ചത് ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ഒക്കെ ചെയ്യണത്. ആ എണ്ണയുടെ ചൂടിൽ നമ്മുടെ വേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടാകും ആയി. അതാണ് എണ്ണയിലേക്ക് ഇടേണ്ട കാര്യമില്ല. അപ്പം കൂട്ടാനിലെല്ലാം അതിൻ്റെ സ്മെല്ലൊക്കെ ഇതാവും. ചെറുതല്ലേ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ കൂട്ടാൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. സ്വകാര്യം പറയണ പോലെ പറയണം, അതിന് കൂട്ടാനിലേക്കാണ് നോക്കണം. അപ്പം നല്ലൊരു പിടി പിടിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ടാറ്റ, ബൈ ബൈ, സി യു.